ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്ലേസ്ഡ് മിനി ഡൂനറ്റാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് ഫുൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് ഫുൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സാധാരണ ഉണ്ടാക്കുന്ന ഡൂനറ്റിനകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡറും ഈസ്റ്റൊക്കെ ഇടും. ഇതിനകത്ത് ഞാൻ അതൊന്നും ഇടുന്നില്ല. ജസ്റ്റ് 2 ചേരുവ കൊണ്ടാണ് ഈ മിനി ഡൂനറ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, അത്രയും തന്നെ തൈരും എടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കടായിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് മൈദ മിക്സ് പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് വരത്തക്ക രീതിയിൽ സിസേഴ്സ് കൊണ്ട് കട്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ഒഴിക്കണമെന്നില്ല, സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ചെറിയ അളവിൽ കോരി ഒഴിച്ചാലും മതി. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തീ ഒത്തിരി കൂട്ടാൻ പാടില്ല. തീ ഒത്തിരി കൂട്ടിയാൽ പുറമെല്ലാം കരിയും, ഉള്ളു വേകാതാവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രൗൺ കളർ ആകുന്നിടം വരെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. ബാക്കിയുള്ള മാവ് ഈ രീതിയിൽ ഇതേപോലെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിനി ഡൂനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊരു ഗ്ലേസ് കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും അതേപോലെ ഒരു 4 ടേബിൾ സ്പൂണ് ഉരുക്കിയ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തിളപ്പിച്ചാറിച്ച പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോകരുത്, അതുപോലെ കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ആ രീതി വേണം നമുക്കത് കിട്ടാനായിട്ട്. അപ്പോൾ ഒത്തിരി ലൂസാണെന്ന് തോന്നിയുകൊണ്ട് ഒരു ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഷുഗർ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിനി ഡൂനറ്റിൻ്റെ പകുതി എടുത്ത് ഞാൻ ഈ ഷുഗർ ഗ്ലേസിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ശരിക്കും ഇത് വയർ റാക്കിലോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ എക്സ്ട്രാ ഉള്ള ആ ഗ്ലേസ് അങ്ങ് താഴോട്ട് പൊയ്ക്കോളും. എന്നിട്ട് അത് മിനി ഡൂനറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ടാണ്, ഇത് കുറച്ചേ ഉള്ളൂ, ഒരു പാത്രത്തിലോട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അധികമുള്ള ഷുഗർ ഗ്ലേസിലിട്ട് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഡൂനറ്റും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് വെക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലേസ്ഡ് മിനി ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മിനി ഡോണറ്റാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.